എന്താണ് CPM-ന്റെ കണക്കെടുപ്പ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കണക്കെടുപ്പ് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏറ്റവും വസ്തുനിഷ്ഠമായ കണക്കെടുപ്പ് നടത്താറുള്ളത് CPM തന്നെയാണ്. കാരണം അത്ര കണ്ട ആക്യുറേറ്റ് ആണ് CPM-ന്റെ ഒരു കണക്ക് എന്നതാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി കണക്കിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പല സാധ്യതകളും പല വെല്ലുവിളികളും CPM മുന്നിൽ കാണുന്നുണ്ട്. നമുക്ക് ആ വെല്ലുവിളികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം പ്രകടമായിട്ടുണ്ട് എന്ന് CPM പുറമേക്ക് സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടിയും ഉള്ളിൽ വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരം എത്ര കണ്ട് നഷ്ടമുണ്ടാക്കുമെന്നതാണ് ചോദ്യം. അവിടെ അങ്ങനെ ഒരു നഷ്ടമുണ്ടായാൽ പോലും മൂന്നാം വട്ടവും ഭരണം ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് CPM വിലയിരുത്തുന്നത്. ഏകദേശം 76 മുതൽ 80 സീറ്റ് വരെ വിജയം നേടി ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് കരുതും. 2021-നേക്കാൾ വലിയ വിജയമെന്ന് മുഖ്യമന്ത്രിയൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് വരുമ്പോഴുള്ള സാഹചര്യം അതല്ല. പല ജില്ലകളും കണക്കുകൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിക്കഴിഞ്ഞു. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് മുന്നിൽ വെക്കും. അതിനുശേഷമാണ് CPM-ന്റെ വിലയിരുത്തലുകളിലേക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായ ഓരോ ഘടകങ്ങളിലേക്കുമുള്ള പ്രാഥമികമായ ചർച്ചകളിലേക്ക് CPM കടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഈ സാഹചര്യം വിശദമായി പരിശോധിക്കാം. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് AKG സെന്ററിന് മുന്നിലുണ്ട്. ഡാൻ, AKG സെന്റർ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ ആലോചനയിലേക്കാണ് കടക്കുന്നത്. ഒരുപക്ഷേ വോട്ടെടുപ്പിന് ശേഷം ആദ്യമായി ഇത്തരമൊരു വിലയിരുത്തൽ നടത്തുന്നത് ഇടതുമുന്നണിയാണ്. ഇന്നലെ CPIയുടെ ചില വിലയിരുത്തലുകൾ പുറത്തു വന്നു. ഇന്ന് CPM സെക്രട്ടേറിയറ്റ് ഏത് രീതിയിലേക്ക് ചർച്ചകളെ കൊണ്ടുപോകാൻ, ഈ വിലയിരുത്തൽ കൊണ്ടുപോകാനാണ് സാധ്യത? എപ്പോഴേക്ക് സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കും? അല്പസമയത്തിനകം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന് വേണ്ടി ഔദ്യോഗികമായി തന്നെ AKG സെന്ററിൽ ആരംഭിക്കും. അതിന് മുന്നോടിയായി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ AKG സെന്ററിൽ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് തുടർഭരണം ഉറപ്പാണ്, തുടർഭരണം ഉണ്ടാകും. UDF അവകാശവാദം ഉന്നയിക്കുന്നത് ഫണ്ട് പിരിക്കാൻ വേണ്ടി മാത്രമാണ്. എത്ര സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ എത്തുമെന്ന് താൻ പറയുന്നില്ല. പക്ഷേ ബേപ്പൂരിലടക്കം ചരിത്ര വിജയം ആവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് തുടർഭരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടായിരിക്കുന്നു. അതിൽ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായി. അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന UDF-ന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായി UDF-നൊപ്പം ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് തെറ്റായ വിലയിരുത്തലാണ്. വികസനത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ തുടർഭരണം സാധ്യമാകും. SIR അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, സർക്കാർ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അതിനൊക്കെ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തുടർഭരണം അനായാസം സാധ്യമാകുമെന്ന വിലയിരുത്തലിലേക്കാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതിന് മുമ്പ് തന്നെ നേതാക്കൾ എത്തുന്നത് എന്നാണ് വിവരം. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നതെന്ന് പക്ഷേ അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്തായാലും ജില്ല തിരിച്ചുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എത്ര സീറ്റുകൾ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുക. എന്തായാലും 75-നും 80-നും അടുത്ത് സീറ്റുകൾക്കിടയിൽ നേടിക്കൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പൊതു വിലയിരുത്തലാണ് ഇപ്പോൾ CPM നേതൃത്വമുള്ളത്. എന്തായാലും സെക്രട്ടേറിയറ്റിൽ ഇഴകീറി കണക്കുകൾ പരിശോധിക്കും. മണ്ഡലം കമ്മിറ്റികൾ നൽകിയ കണക്കുകൾ ജില്ലാ കമ്മിറ്റികൾക്ക് കൈമാറുകയും ജില്ലാ കമ്മിറ്റി അത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയുമായിരുന്നു. ആ കണക്കുകളുടെ വിശദമായ അവലോകനമായിരിക്കും അല്പസമയത്തിനകം AKG സെന്ററിൽ നടത്തുക. AKG സെന്റർ സുപ്രധാനമായ ചില വിലയിരുത്തലിലേക്ക് കടക്കുകയാണ്. CPM തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചടിയുടെ നഷ്ടം എത്ര വലുതായിരിക്കും, അതിൻ്റെ തോത് എത്ര വലുതായിരിക്കും എന്നതാണ് CPM-ന്റെ സാധ്യതകളെ അവർ വിലയിരുത്തി മുന്നോട്ട് പോവുക. എന്തായാലും ജില്ലകളിലൊക്കെ ചില പ്രതികൂലമായ സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം, ഒന്ന്, ഈ ഭരണവിരുദ്ധ വികാരമുണ്ടായെങ്കിൽ കൂടിയും അത് MLA-മാരുടെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകാം എന്ന പ്രതീക്ഷയുണ്ട്. അതായത് ചില നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അത് മേക്കപ്പ് ചെയ്യാനുള്ള മറ്റ് ചില മാർഗങ്ങൾ, സാധ്യതകൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ കണ്ടിരുന്നു. അത് പ്രകടമാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ 2021-ലേതുപോലെയുള്ള ഒരു താരമായി ഈ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടില്ല എന്ന് CPM കേന്ദ്രങ്ങൾ രഹസ്യമായെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് നേട്ടമായി മൂന്നാമതും ഭരണം ഉറപ്പിക്കാം ഈ അവകാശപ്പെടുന്ന പോലെ എന്ത് ഘടകമുണ്ടായി എന്നതാണ് ചോദ്യം. അവിടെയാണ് MLA-മാർ, സംസ്ഥാനത്തെ എല്ലാ MLA-മാരും മികച്ച പ്രകടനം പൊതുവിൽ, അതായത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പൊതുവിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നതാണ് വരുന്ന ഒരു രാഷ്ട്രീയ വിശകലനം. പക്ഷേ അവിടെ ഏറ്റവും നേട്ടമുണ്ടാവുക എന്തുകൊണ്ടും CPM-ന് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടായിരുന്നത് CPM-നാണ്. മുഹമ്മദ് റിയാസ് ഇപ്പോൾ AKG സെന്ററിന് മുന്നിൽ ഒരു പ്രതികരണം നടത്തുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം.
ഇവിടെ പൊതുവെ LDFിൻ്റെ ഭരണം തുടരും. അതാണ് പൊതുവെ കാണുന്ന സ്ഥിതി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നിലയിൽ വികസനം ചർച്ച ചെയ്യപ്പെട്ടു. 2011-2016 UDF ഭരണവും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണവും പൊതുവെ ജനങ്ങൾ കമ്പയർ ചെയ്തു. അതുകൊണ്ട് വെളിച്ചത്തുള്ള കേരളം ഇനിയും വീണ്ടും ഇരുട്ടിലേക്ക് പോകില്ല. നേരത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് കൊണ്ടുവന്നതാണ്. അതാണ് പൊതു അഭിപ്രായം. പിന്നെ UDFിൻ്റെ നേതൃത്വം ഏപ്രിൽ 9 മുതൽ മെയ് 4 വരെ ഭരണപക്ഷം പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. അതിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല നിലയിൽ ഫണ്ട് കളക്ഷൻ നടത്താൻ സൗകര്യം ഉണ്ടാകും. കാരണം ഭരണത്തിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഫണ്ട് പിരിക്കാനൊക്കെ സൗകര്യം എന്നുള്ള നിലയിൽ ചില ആളുകൾ പറഞ്ഞു കേൾക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി LDF ഫണ്ട് കളക്ഷൻ നടത്തിയതിനേക്കാൾ ഏപ്രിൽ 9 മുതൽ മെയ് 4 UDF മെഗാ ഫണ്ട് കളക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇതാ വരുന്നു ജയിച്ചു എന്നൊക്കെ പറയും. ഇത് കഴിഞ്ഞ തവണ ഉണ്ടായല്ലോ. 2021 വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിനിടയിൽ ഇതുപോലെ വിജയമുറപ്പിച്ചു. വകുപ്പ് വിഭജനം, ആരൊക്കെ ഏത് വകുപ്പ് മന്ത്രിമാരാകണം എന്നൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കേരളത്തിന് അറിയാം. ബാക്കി ഇപ്പോൾ വോട്ട് പെട്ടിയിലായി, കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. LDFിൻ്റെ ഭരണം തുടരും. അടിസ്ഥാനത്തിലുള്ള കണക്കുകളൊക്കെ എടുക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ മുന്നണികൾ അതിൻ്റെ ജോലികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് 100 സീറ്റ് എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്നതാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന് പല നിലയിലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. സാധാരണ തെരഞ്ഞെടുപ്പ് വരെയാണ് ഫണ്ട് പിരിവെങ്കിൽ ഇപ്പോൾ കട ഉണ്ട് ഇതുണ്ട് പറഞ്ഞ് ഫണ്ട് പിരിവുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫണ്ട് പിരിക്കുമ്പോൾ ഞങ്ങൾ ഭരണത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചാൽ കുറേ കൂടി ഫണ്ട് കൂടുതൽ വരും എന്നുള്ള ഒരു സൗകര്യം പലർക്കും ഉണ്ട് എന്നാണ് പൊതുവെ കാണാൻ സാധിക്കുന്നത്. അല്ല, കോഴിക്കോട് ജില്ലയിൽ മികച്ച വിജയം ഉണ്ടാവും. എല്ലാ തവണയും നല്ല മത്സരമാണെന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും അവസാനം LDF വിജയിച്ച് വരുന്ന സ്ഥിതിയാണുള്ളത്. അത് ഇത്തവണയും ആവർത്തിക്കും. അതൊക്കെ നമുക്ക് എണ്ണീറ്റ് പറയാം. എങ്ങനെയാണ് പൊതുവേ ഉള്ളത് നമുക്ക് എണ്ണീറ്റ് സീറ്റിൻ്റെ എണ്ണൊക്കെ നോക്കിയിട്ട് പറയാം. ബേപ്പൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവർത്തിക്കുന്നത്. ബേപ്പൂരിൽ മികച്ച വിജയം ഉണ്ടാവും. 2021 സർവ്വകാല റെക്കോർഡ് വോട്ടാണ് കിട്ടിയത്, 82,000. അതിനേക്കാൾ കൂടുതൽ വോട്ട് LDF നേടും. മികച്ച വിജയം ഉണ്ടാവും. അങ്ങനെയൊന്നും ഒരു കൺസോൾട്ടേഷനും ഇല്ല. ഡെവലപ്മെൻ്റാണ് എല്ലാവരും ചർച്ച ചെയ്തത്. പിന്നെ പൊതു പൊളിറ്റിക്സും. പിന്നെ കേരളത്തിൽ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നതും പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറക്കിയതൊക്കെ തന്നെ മതനിരപേക്ഷ മനസ്സുകളിൽ നല്ല മതിപ്പ് LDF സർക്കാരിന് അനുകൂലമായിട്ടുണ്ട്. പിന്നെ വികസനം, ജനക്ഷേമ പ്രവർത്തനം, ഇതൊക്കെ LDFന് അനുകൂലമാണ്. ഒരു LDF സർക്കാർ തന്നെ കേരളത്തിൽ തുടരും. മറ്റേത് ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു പോകാമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ വോട്ടെടുപ്പ് കഴിഞ്ഞ് 2021 വോട്ടെണ്ണൽ വരെയുള്ള UDF നേതാക്കന്മാരുടെ ബൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ, പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ഇതിൻ്റെ അപ്പുറമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുടച്ചു നിന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഡീൽ ആരോപണമാണ്. അതായത് LDF ഉന്നയിച്ചു, അതിനെ പ്രതിരോധിക്കുന്ന ജയിച്ചൊരു ആരോപണം UDF നടത്തി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനമല്ലേ വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആശങ്ക അങ്ങനെ ഒരു ഡീൽ ചില മണ്ഡലം? ഇല്ല, അങ്ങനെയൊന്നും ഒരു പ്രയാസം വരില്ല. ഇനിയിപ്പോൾ എന്ത് ഡീലുണ്ടെങ്കിലും UDFും BJPയും എന്ത് ധാരണയുണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാനുള്ള ജനകീയ പിന്തുണ LDFനുണ്ട്. ഓക്കെ. വലിയ കോൺഫിഡൻസ് ആണ് മുഹമ്മദ് റിയാസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കുവെക്കുന്നത്. ഒപ്പം UDFിനെതിരെ ഒരു വലിയ ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാകുമെന്നത് ഒരു പ്രചരണം നടത്തി ഫണ്ട് പിരിവിന് ശ്രമം, അതായത് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഫണ്ട് പിരിവിന് ശ്രമം എന്ന ഒരു വലിയ ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ കോൺഫിഡൻസ് ആണ്. അത് സംസ്ഥാനത്ത് മാത്രമല്ല കോഴിക്കോടും ആ വിജയം ഉണ്ടാകുമെന്നതൊക്കെയാണ് അത് റിയാസിൻ്റെ വാക്കുകൾ. എന്തായാലും CPMൻ്റെ കണക്കെടുപ്പ് പുറമേക്ക് പറയുന്നതല്ല, ഉള്ളിൽ ചിലപ്പം മറ്റ് ചില കണക്കെടുപ്പുകൾ കൂടി ഉണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.